വിദ്യാലയം 360യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കൂട്ടുകാരെല്ലാവരും തന്നെ കോളേജിൽ ജോയിൻ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഓഗസ്റ്റ് 20 ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള. അപ്പം ആരൊക്കെ ജോയിൻ ചെയ്തു, ആരൊക്കെ ജോയിൻ ചെയ്തില്ല എന്നുള്ളൊരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് വെബ്സൈറ്റിലൂടെ മനസ്സിലാകുന്നതായിരിക്കും. അതെങ്ങനെയാണ് നോക്കുന്നത് നമുക്ക് കാണാം. അപ്പം ഇതിൻ്റെ അലോട്ടഡ് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് BSc നേഴ്സിംഗ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കാം. അപ്പം ഇതിനകത്ത് കോളേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഇതിനകത്ത് ആദ്യം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആലപ്പുഴ നോക്കാം. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതുണ്ട്, ഫീസ് പെയ്ഡ് വരെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ വരെ തേർഡ് അലോട്ട്മെൻറ്റ് വരെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ഏറ്റവും അവസാനമായിട്ട് വെദർ അഡ്മിറ്റഡ് എന്നൊരു ഓപ്ഷൻസ് കാണാം. അതിനകത്ത് ഗ്രീൻ ടിക്ക് ഇട്ടിട്ട് കാണുന്നതെല്ലാം തന്നെ അലോട്ടഡ് ആയിട്ടുള്ളവരെയാണ്. അപ്പോൾ ഇൻറ്റു മാർക്ക്, റെഡിൽ ഇൻറ്റു മാർക്ക് കാണുന്നതൊന്നും തന്നെ എന്താണ് അലോട്ടഡ് ആയിട്ടില്ല, അവർ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കാണാം ഏകദേശം 8 സീറ്റുകളാണ് ഇതിനകത്ത്. ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആലപ്പുഴയിൽ 8 സീറ്റ് കുട്ടികൾ ആരും തന്നെ ജോയിൻ ചെയ്തിട്ടില്ല. ഈ കുട്ടികൾ ആരും 8 സീറ്റുകളിൽ വേക്കൻ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 8 സീറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റ് സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കാം. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മൾ സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ വേക്കൻസി നോക്കിയിട്ട് വേണം നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇതിനകത്ത് 8 സീറ്റ് നമുക്ക് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആലപ്പുഴയിൽ വേക്കൻ്റായിട്ട് കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കണ്ണൂർ നോക്കാം. ഇതിലും നമുക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ ഒരു റെഡ് ഇൻറ്റു മാർക്ക് കാണാം. അതുപോലെ തന്നെ താഴേക്ക് പോകുന്ന സമയത്ത് ജോയിൻ ചെയ്യാത്തവരെയും ജോയിൻ ചെയ്തവരെയും നമുക്ക് ഇതിനകത്ത് നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഏകദേശം ഇത് മനസ്സിലാക്കുന്നിടത്തോളം എത്രത്തോളം സീറ്റുകൾ LBSൽ ഇനിയും വേക്കൻ്റായിട്ട് കിടക്കുന്നുണ്ട്, ഇനിയും നമുക്ക് എത്രത്തോളം സാധ്യതയുണ്ട്. ഇനി നമുക്ക് താഴേക്ക് ഇൻഡെക്സ് മാർക്ക് ഇതുവരെയും നമുക്ക് അറിയാം 299.17 കിട്ടിയ കുട്ടികൾക്കായിരുന്നു ഇതുവരെയും നമ്മൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കാറ്റഗറി വൈസ് ആയിരുന്നു. അപ്പം ഇനിയും താഴേക്ക് വരുന്ന കുട്ടികൾ, താഴേക്ക് ഇൻഡെക്സ് മാർക്ക് കിടക്കുന്ന കുട്ടികൾക്കുള്ള ഒരു സാധ്യതയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ എല്ലാ കോളേജിൻ്റെയും നമുക്ക് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിളിന് വേറൊരു കോളേജും കൂടെ നോക്കാം. ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഇടുക്കി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അഡ്മിറ്റ് ആവാത്ത കുട്ടികളെ കാണാൻ പറ്റുന്നുണ്ട്. ഇൻറ്റു മാർക്കിൽ നോട്ട് ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ കുട്ടികൾ അഡ്മിറ്റ് ആയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ഇതുപോലെ ഓരോ കോളേജിൻ്റെയും വേക്കൻസികൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ തവണയും രജിസ്ട്രേഷൻ ചെയ്യണമെന്നുള്ള കാര്യം ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം കോളേജിൽ ജോയിൻ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. ഇതിപ്പോഴും LBSൻ്റെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ എല്ലാം നല്ല വിശ്വാസത്തോടെ ഇരിക്കുക. കാരണം നമുക്ക് ഇനിയും സീറ്റ് വേക്കൻസിയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഇനിയും വരാൻ കിടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് ഓരോ സീറ്റ് വീതം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത്.